സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, രാവിലെ തിരുവനന്തപുരത്ത് മഴയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഉത്രാടപ്പാച്ചിൽ മഴ കൊണ്ടുപോകുമെന്നാണോ? തിരുവോണനാളിൽ മഴ ഉണ്ടാകുമോ? ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 27-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒറ്റപ്പെട്ട തരത്തിൽ ഉണ്ടാകുമെന്നാണ് കീർത്തന പറയുന്നത്. അത് ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ നല്ല മഴയുണ്ട്, രാവിലെയും മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം മഴ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. അവിടെയൊക്കെ പെയ്താലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഉത്രാടപ്പാച്ചിൽ ആണ് ആളുകൾ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് വഴിയോര കച്ചവടങ്ങൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. അവരെല്ലാം ഈ മഴയിൽ പെടും. അവരോട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കരുതിയിരിക്കുന്ന ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അടുത്ത മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ അല്പസമയം മുമ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം 8 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇന്ന് യെല്ലോ അലർട്ട് ഉള്ള ജില്ലകളിലാണ് മഴ സാധ്യത പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കടലിൽ പോകുന്നതിനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ തിരയും കാറ്റും അടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതാണ് 27-ാം തീയതി വരെ മഴ തുടരുമെന്നാണ്. ഒരുപക്ഷേ തിരുവോണ നാളിലും ഉത്രാട നാളിലും ഒക്കെ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഹീസാണ് വിവരങ്ങൾ നൽകിയത്.